പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തൃശ്ശൂരിലാണ്. പുലിക്കളിയുടെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മന്ത്രി കെ രാജൻ വന്നിട്ട് പറഞ്ഞു അദ്ദേഹമാണ് ഇവിടുത്തെ പുലിയെന്ന്. ഞാൻ പറയുന്നു അല്ല, ഇവിടെ ഒരു പെൺപുലിയുണ്ട്, തൃശ്ശൂരിന്റെ സ്വന്തം മന്ത്രിസഭയിലെ പെൺപുലി. മന്ത്രി ആർ ബിന്ദു നമുക്കൊപ്പം ചേരുന്നു. ഇത്തവണ പെൺപുലികൾ എല്ലാ സംഘത്തിലുമുണ്ട്, നമ്മൾ ഉഷാറാക്കില്ലേ? പിന്നെന്താ, വളരെ കാലങ്ങളായിട്ട് പുലിക്കളിയോടൊപ്പം നടക്കുന്ന ഒരാളാണ് ഞാനിവിടെ മേയറായിരിക്കുന്ന സന്ദർഭത്തിലാണ് പുലിക്കളി ഏകോപന സമിതിയൊക്കെ ഉണ്ടാക്കിയത്. ഞാനല്ല ഉണ്ടാക്കിയത്, നാട്ടുകാർ തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിന്റെ ആഭിമുഖ്യത്തിൽ ശില്പശാലകൾ സംഘടിപ്പിക്കപ്പെട്ടു. മാധ്യമ ശ്രദ്ധയിൽ കൂടുതലായിട്ട് പുലിക്കളി വരുന്നത് ആ കാലം മുതലാണ്. ആ കാലം മുതൽ ഈ കാലം വരെ ഈ പുലിക്കളി സംഘങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഞാൻ നിന്നിട്ടുണ്ട്. കാരണം ഈ നഗരത്തിലെ അതിസാധാരണക്കാരായ മനുഷ്യരുടെ ആനന്ദമാണ് ഈ പുലിക്കളിയിൽ. ഇപ്പൊ തന്നെ കണ്ടില്ല എന്തൊരു ആവേശമാണ്. പുലിസംഘങ്ങളൊക്കെ ഇങ്ങനെ പുറപ്പെട്ടു വരുന്നതേ ഉള്ളൂ, പെട്ടെന്ന് വരാൻ പറയാണ്. പുലിക്കളിയുടെ സംഘാടനത്തിലും അതിന്റെ നടത്തിപ്പിലും കളിയിലും കൊട്ടിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പൊ അവർക്ക് വേണ്ടി അതായത് മന്ത്രിസഭയിലേക്ക് എത്തിയതിനു ശേഷം ഈ നാട്ടുകാരിൽ ഒരാളായി നിന്ന് നമ്മുടെ മന്ത്രിയുടെ ഒരു പാട്ട് കേൾക്കാറില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ഇവർക്ക് വേണ്ടി ഒരു കൈയടി കൊടുത്തേ, മന്ത്രിയുടെ ഒരു പാട്ട്. അപ്പൊ പുലിക്കളി ദിനത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ പെൺപുലി മന്ത്രിപുലിയുടെ ഒരു പാട്ട് താ വരുന്നു. മന്ത്രി പാടണം വേണ്ടേ? മന്ത്രി പാടണം. എനിക്കറിയാവുന്ന ഒരു പാട്ട് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിയിലെന്ന്. ഞാനൊന്ന് നോക്കിയപ്പം നീല കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന്, കൊടുങ്കാടാണ് കരളിലെന്ന്. ഞാനൊന്ന് കേറിയപ്പം നീല കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ. അടിപൊളി. അപ്പോ മന്ത്രിസഭയിൽ നിന്ന് ഈ പൂരം നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ രണ്ടാമത്തെ മന്ത്രിയെ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇന്ന് എങ്ങനെയാണ് ഇവിടെ മുഴുവൻ മന്ത്രിപുലികളാണോ? ഒന്നാമത്തെ ആളെ കണ്ടു, രണ്ടാമത്തെ ആളെ കണ്ടു. ഇവിടെ മന്ത്രിന്നോ വേറെ ആൾക്കാർ അങ്ങനൊന്നുമില്ല.